ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. നമ്മുടെ ബിഗിനേഴ്സ് വർക്കൗട്ട് സീരീസിലെ ഡേ 5 വർക്കൗട്ടാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഈ വർക്കൗട്ടിൽ നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ചെയ്ത എല്ലാ വർക്കൗട്ടിൽ നിന്നും ഓരോ എക്സസൈസുകൾ വീതം എടുത്തിട്ടാണ് നമ്മൾ ഈ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡിക്ക് വേണ്ട എക്സസൈസുകളെല്ലാം തന്നെ ഇതിലുണ്ട്. നമ്മുടെ ഈ ബിഗിനേഴ്സ് വർക്കൗട്ട് സീരീസിൽ 5 ദിവസത്തേക്കുള്ള എക്സസൈസുകളാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഡേ 1 മുതൽ ഡേ 5 വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ. അപ്പോൾ നിങ്ങൾ ഈ ഓരോ ദിവസവും ഓരോ എക്സസൈസുകളും ചെയ്തിട്ട് ശനി ഞായറും നിങ്ങൾക്ക് ഒന്നുകിൽ റെസ്റ്റ് ഡേ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 ദിവസവും റെസ്റ്റ് ഡേ ആയിട്ട് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാർഡിയോ എക്സസൈസ് ചെയ്യാം. അതായത് നടക്കാൻ പോവാം, ഓടാൻ പോവാം, സൈക്ലിങ്ങിന് പോവാം. അതല്ല അതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്ട്രെച്ച് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് സൺഡേ ഫുൾ റെസ്റ്റ് ഡേ ആയിട്ട് എടുത്തിട്ട് മൺഡേ മുതൽ ഫ്രൈഡേ വരെ വീണ്ടും ഈ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു ബിഗിനേഴ്സിനുള്ള സീരീസാണ്. അപ്പോൾ നമുക്ക് ഈ ഫുൾ ബോഡിക്കുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് 6 എക്സസൈസുകളാണുള്ളത്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ എക്സസൈസും ഓരോ മിനിറ്റ് ചെയ്യുക, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക, അടുത്ത എക്സസൈസിലോട്ട് കിടക്കുക, അടുത്ത എക്സസൈസും 1 മിനിറ്റ് ചെയ്യുക, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് സർക്യൂട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു മിനിമം 15 മിനിറ്റ്സ്, മാക്സിമം 30 to 40 മിനിറ്റ്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈമുള്ള പോലെ. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാഡ് ജമ്പാണ്. ഇത് ബിഗിനറെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പാടായിരിക്കും. പക്ഷേ എന്ന് കരുതി പാടാമെന്നും കരുതി എപ്പോഴും നമ്മളൊരു ഈസി ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ പോരല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ ലെവൽ കൂട്ടിക്കൊണ്ടുവരണം. അപ്പം നമ്മൾ ഇതിൻ്റെ 2 വേർഷൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്വാഡ് ജംപ്സ് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സ്ക്വാഡ്സ് എടുക്കാം. അല്ല, നോർമൽ സ്ക്വാഡ്സ് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ 4 ദിവസമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ നോർമൽ സ്ക്വാഡ്സ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ സ്ക്വാഡ് ജംപ്സിലോട്ട് പോവാം. ഇനി വേറൊരു ഐഡിയ ഉള്ളത്, നിങ്ങൾ സ്ക്വാഡ് ജംപ്സ് ഒരു 30 സെക്കൻഡ്സ് ചെയ്യാം, നോർമൽ സ്ക്വാഡ്സും ഒരു 30 സെക്കൻഡ്സ് ചെയ്യാം. ഒരു തുടക്കക്കാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് ചെയ്യാം. അപ്പോൾ ഞാൻ 2 വേർഷനും കാണിച്ചു തരാം. ആദ്യം സ്ക്വാഡ് ജംപ്സ് കാണിച്ചു തരാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോണ്ടല്ലോ ബോഡി മുന്നിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തതിനപ്പോൾ ഞാനും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബോഡി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡി മുന്നിലോട്ട് പോകും. നമ്മളാരും പ്രൊഫഷണൽസ് അല്ലല്ലോ. അപ്പം നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കുക, ഞാനും അത് ശ്രദ്ധിക്കാം. നമുക്കെന്താ പറയുക, ട്രെയിനർ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് കുറേ കൊച്ചു കാര്യങ്ങൾ നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ബോഡി മുന്നോട്ട് പോകാതെ സ്ക്വാട്ട്സ് ചെയ്യുമ്പോൾ ജമ്പ് ചെയ്യുക. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് അങ്ങനെ മാക്സിമം എഫേർട്ട് എടുത്ത് ജമ്പ് ചെയ്ത് ചെയ്യുന്നതാണ് സ്ക്വാഡ് ജംപ്സ്. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോർമൽ സ്ക്വാഡ്സ് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ അപ്പർ ബോഡി മുന്നിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം. ഈ സ്ക്വാഡ് ജംപ്സ് അല്ലെങ്കിൽ നോർമൽ സ്ക്വാഡ്സ് 1 മിനിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് തുടങ്ങാം. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ലഞ്ചസ് ആണ്. ഇത് നമ്മുടെ ഗ്ലൂട്ട്സിൻ്റെ വർക്കൗട്ട്, അതായത് ഫസ്റ്റ് ഡേ വർക്കൗട്ടിന് നമ്മൾ ചെയ്ത എക്സസൈസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ബാക്ക്വേർഡ് ലഞ്ചസ് അതും ഇതുപോലെ തന്നെ 1 മിനിറ്റ് ചെയ്യാം. ബാക്ക്വേർഡ് ലഞ്ചസ് ചെയ്യാൻ നിങ്ങൾ കൈ നേരെ പിടിച്ചിട്ട് നിങ്ങളുടെ വയറിൻ്റെ ഇവിടെയായിട്ട് പിടിച്ചിട്ട് നിങ്ങളുടെ കാല് ബാക്കിലോട്ട്. നമ്മൾ ഈ വർക്കൗട്ട് സെഷനിൽ മൊത്തം ബാക്ക്വേർഡ് ലഞ്ചസും ചെയ്തിട്ടുണ്ട്, കേർട്സി ലഞ്ചസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഓരോ എക്സസൈസുകളും പഠിക്കാം. ഇതാണ് ബാക്ക്വേർഡ് ലഞ്ചസ്. ഇത് ഇച്ചിരി ബോഡി ബാലൻസ് ചെയ്യാനൊക്കെ പാടുണ്ടാവും. പക്ഷെ നിങ്ങളിപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് അധികം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. ഇത് 1 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ 2 എക്സസൈസ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 2 എക്സസൈസ് അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ 3ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ആംസ് ഡേക്ക് പുഷപ്സ് 2 വേർഷൻ കാണിച്ചിരുന്നു. ഇന്നത്തെ എക്സസൈസിനും നിങ്ങൾക്ക് എന്താ പറയുക, നോർമൽ പുഷപ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഗിനർ പുഷപ്പ് ആയിട്ടുള്ള നീ പുഷപ്സും ചെയ്യാം. മറ്റുള്ള എക്സസൈസിനെ പോലെ തന്നെ ഇതും 1 മിനിറ്റ് ചെയ്തിട്ട് 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കാം. ഞാൻ 2 വേർഷനും കാണിച്ചു തരാം പുഷപ്പിൻ്റെ. നിങ്ങൾക്ക് ഓൾറെഡി മിക്കപ്പോഴും അറിയാവുന്നതായിരിക്കാം. നോർമൽ പുഷപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ 2 കൈയും നിങ്ങളുടെ ഷോൾഡറിന് താഴെയായിട്ട് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. പക്ഷേ ഇതൊരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം നീ പുഷപ്സ് എങ്ങനെയാണെന്ന് നോക്കാം.
ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സാധാരണ പുഷപ്സിനെ വെച്ച് നോക്കുമ്പോൾ നീ പുഷപ്സ് ഒത്തിരി എളുപ്പമാണ്. ഇനി നമ്മുടെ നാലാമത്തെ എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് പ്ലാങ്കും റൈറ്റ് പ്ലാങ്കും കൂടെ ഒരുമിച്ച് ചേർത്താണ്. അപ്പോൾ ആദ്യത്തെ 30 സെക്കൻഡ്സ് നിങ്ങൾ ലെഫ്റ്റ് പ്ലാങ്ക് ചെയ്യുക, അടുത്ത 30 സെക്കൻഡ്സ് നിങ്ങൾ റൈറ്റ് പ്ലാങ്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നേക്കുന്നതാണ്. നിങ്ങൾ ലെഫ്റ്റ് പ്ലാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള കൈ നിങ്ങളുടെ ഷോൾഡറിന് താഴെയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നിങ്ങളുടെ എൻ്റെ ബോഡിയുടെ വെയിറ്റ് ഈ കൈക്ക് കൊടുത്തിട്ടായിട്ട് ചെയ്യാം. ഇതിങ്ങനെ ഒരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്നോണം നിങ്ങൾക്ക് ഈ റൈറ്റ് കൈ ഉണ്ടല്ലോ നിങ്ങളുടെ ബോഡിയിൽ ഇങ്ങനെ ചുമ്മാ വയ്ക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഉയർത്തി വയ്ക്കാം. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് പ്ലാങ്ക്. ഇങ്ങനെ ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി റൈറ്റ് സൈഡിലോട്ടും ചെയ്യാം. റൈറ്റ് സൈഡിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈ ഷോൾഡറിന് താഴെയായിട്ട് വയ്ക്കാം. എന്നിട്ട് ഈ കൈ ഒന്നെങ്കിൽ ബോഡിയുടെ മേളിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഒരു 30 സെക്കൻഡ്സ്. അങ്ങനെ നാലാമത്തെ എക്സസൈസായിട്ട് ലെഫ്റ്റ് പ്ലാങ്കും റൈറ്റ് പ്ലാങ്കും ചെയ്യാം. ഇനി നമ്മുടെ അഞ്ചാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കാം നമ്മൾ ആപ്പ് സൈക്കിൾ ചെയ്തത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലൊരു മാറ്റിൽ കിടന്നിട്ട് നിങ്ങളെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ ആപ്പ് സൈക്കിൾ ചെയ്യുമ്പോൾ പറ്റാറുള്ള കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കൈ ഇവിടെ എത്തിക്കാനൊന്നും നോക്കില്ല, ചുമ്മാ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. നമുക്കത് ഫീൽ ചെയ്യണം, നമുക്ക് ആ വയലിൽ നമ്മുടെ എന്താ പറയുക ആ ഒരു പ്രഷർ ഫീൽ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു 1 മിനിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ എക്സസൈസ്. ഇനി നമ്മുടെ ആറാമത്തെ എക്സസൈസിലോട്ട് കിടക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് വോൾ സിറ്റ് ആണ്. ഇതും നമ്മുടെ ഒന്നെങ്കിൽ ഗ്ലൂട്ട് എക്സസൈസ് അല്ലെങ്കിൽ ലെഗ് എക്സസൈസ്, ഇതിൽ ഏതിലോ ഒന്നിലും നമ്മളിത് ഷെയർ ചെയ്തിട്ടുണ്ട്. വോൾ സിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വോളിൻ്റെ സപ്പോർട്ട് കൂടി ഒരു ഇമാജിനറി ചെയർ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു 1 മിനിറ്റ് ഇരിക്കുക. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞേക്കുന്ന പോലെ 1 മിനിറ്റ് ഇരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഇത് പറയാം ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാലൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുക, വീണ്ടും ഈ ഒരു പൊസിഷനിലോട്ട് നിൽക്കുക. അധികം ബ്രേക്ക് ഒന്നും എടുത്തേക്കരുത്, ഒന്ന് എണീറ്റ് നിൽക്കുക, വീണ്ടും ഈ ഒരു പൊസിഷനിലോട്ട് വരാം. അപ്പം നമുക്ക് ആ കാല് ഭയങ്കരമായിട്ട് വേദന എടുത്തൊന്നും കുറയും. അല്ലാതെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മിനിറ്റ് ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കൗട്ട്സ് വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലെ വീഡിയോ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സസൈസ് പറയും, എന്നിട്ട് പറഞ്ഞു ഇത് 1 മിനിറ്റ് ചെയ്യണം, എന്നിട്ട് അത് എക്സസൈസ് ചെയ്യേണ്ട വിധവും കാണിച്ചു തന്നു. എത്ര റെപ്പറ്റീഷൻ അല്ലെങ്കിൽ എത്ര ടൈം ചെയ്യണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു. അങ്ങനെ വീഡിയോസ് ഇടുന്നതാണ് അതോ ഞാൻ ഫുൾ എക്സസൈസ് ചെയ്ത് കാണിച്ചത്? അതായത് 1 മിനിറ്റ് എക്സസൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ 1 മിനിറ്റ് ഞാനും നിങ്ങളുടെ ഒപ്പം ചെയ്ത് 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുത്ത് വീണ്ടും 1 മിനിറ്റ് അടുത്ത് എക്സസൈസ് ചെയ്ത് 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുത്ത്, അങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച്, അതായത് ഞാനും നിങ്ങളും കൂടെ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്ന രീതിയാണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിലിട്ടാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം കുറച്ച് പേര് പറഞ്ഞു അങ്ങനെ ഫുള്ളായിട്ടുള്ള എക്സസൈസ് കാണിക്കുക, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ടൈം ഒത്തിരി കൂടും. അതായത് വീഡിയോൻ്റെ ടൈം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആയിപ്പോൾ. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് പറയണേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.